ടുഡേയ്സ് ഏഗൺ. ഇന്ന് നമ്മൾ ദുഃഖ് എന്ന ചാപ്റ്ററിലെ എല്ലാ 2 മാർക്ക് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 4 മാർക്ക് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് പഠിക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, മൻ വിതൃഷ്ണാസേ കബ് ഭർ ജാതാ ഹേ. ഇവിടെ ആരുടെ മനസ്സായിരുന്നു വെറുപ്പ് കൊണ്ട് നിറയുന്നത്? ദിലീപിന്റെ അല്ലേ? നോക്കൂ, ജിസേ മനുഷ്യ സർവാപേക്ഷ അപ്നാ സമജ് ഭരോസാ രഖ്താ ഹൈ, ജബ് ഉസി സേ അപമാൻ और തിരസ്കാർ പ്രാപ്ത് ഹോ തോ മൻ വിതൃഷ്ണാ സേ ഭർ ജാതാ ഹൈ. അതായത് നമ്മൾ ആരെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അവരിൽ നിന്ന് നമുക്ക് അപമാനവും അതുപോലെ തന്നെ എന്താണ് അപമാൻ और തിരസ്കാർ എന്താ നമ്മൾ ഒഴിവാക്കപ്പെടുകയും എന്നൊരു ഫീൽ വരികയാണെങ്കിൽ നമുക്ക് എപ്പോഴും എന്താ മനസ്സിൽ എപ്പോഴും വെറുപ്പ് തന്നെ തോന്നിക്കൊണ്ടിരിക്കും. ബഹുത് സേ ലോഗ് ഉസേ അതി കഹേംഗെ കിസേ. കുറേ ആളുകൾ ഇത് കുറച്ച് കൂടുതലല്ലേ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്, ആരെയാണ് അങ്ങനെ പറയുന്നത് എന്നാണ്. ദിലീപ് ദ്വാര ഹേമാക്കോ ദിയേ ഗയേ സ്വതന്ത്രത, ആദർ, ആന്തരികത और അനുരക്ത് ഭരേ പ്യാറുക്കോ. അതായത് ദിലീപ് ഹേമയ്ക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്രീഡത്തെയും ആ ഒരു ബഹുമാനത്തെയും ആ ഒരു സ്നേഹത്തെയും ഒക്കെയാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. നോക്കൂ, ഹേമ മാക്കേ ഘർ ക്യോ ചലി ഗയി. ഹേമ എന്തിനാണ് അമ്മയുടെ വീട്ടിലേക്ക് പോയത്? നോക്കൂ, ഉസ്കി സഹേലി കെ സാത്ത്, ഹേമയുടെ കൂട്ടുകാരുടെ കൂടെ ദിലീപ് സിനിമ ദേഖ് ആനെ കെ കാരൻ രാത് ഭർ ഹേമ റൂഠി രഹ്കർ സുബഹ ഉഠത്തെ ഹി വ മാ കെ ഘർ ചലി ഗയി. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് എന്തിനു പോയി? ദിലീപ് ഹേമയുടെ ഒരു കൂട്ടുകാരുടെ കൂടെ സിനിമയ്ക്ക് പോയത് കൊണ്ട് ഹേമ അടുത്ത ദിവസം രാവിലെ തന്റെ വീട്ടിലേക്ക് പിണങ്ങി പോവുകയാണ്. ദിലീപ് കോ കിസ് പർ ഭയ ഹുവാ. ദിലീപിന് എന്തിനെയാണ് പേടി? സമയക്കോ ബീത്താ നാ ദേഖ്നെ പർ ദിലീപ് കോ ഭയ ഹുവാ. സമയം ഇങ്ങനെ കടന്നു പോവാത്തത് കാരണം നമുക്ക് എപ്പോഴും വളരെയധികം വിഷമമുള്ള സമയത്ത് നമുക്ക് ഒരിക്കലും സമയം പോകുന്നതായി തോന്നൂല. അപ്പോൾ അങ്ങനെ ഒരു ഫീലിൽ എത്തിയ സമയത്താണ് ദിലീപിന് സമയം പോകുന്നില്ല എന്ന പേടി വന്നു തുടങ്ങിയത്. अपने निकटतम व्यक्ति से अपमान और तिरस्कार होने पर मनुष्य की दशा क्या हो जाती है. നമ്മളുടെ അത്രയും അടുത്ത് നിൽക്കുന്ന ഓരോ വ്യക്തിയിൽ നിന്നും അപമാനവും ഒഴിവാക്കലുകളും കിട്ടുന്ന സമയത്ത് നമ്മുടെ മനുഷ്യന്റെ ഒരു അവസ്ഥ എങ്ങനെയായി മാറും? മൻ വിതൃഷ്ണാസേ ഭർ ജാതാ ഹേ. മനസ്സ് എപ്പോഴും എന്താണ്? ആ വിതൃഷ്ണ, വെറുപ്പ് കൊണ്ട് നിറയും എന്നാണ് പറയുന്നത്. ജിന്ദഗി മേ കഭി കഭി ഏക് ഏക് മിനിറ്റ് ഗുസ്രാനാ ഭി മുഷ്കിൽ ഹോ ജാതാ ഹേ. കബ്. ജീവിതത്തിലെ ഓരോരോ മിനിറ്റ് പോലും മുന്നോട്ട് തള്ളി നീക്കാൻ വളരെയധികം പാടാണ്. എപ്പോഴാണ്? വിതൃഷ്ണ और ग्लानि में സ്വയം യാതന ബൻ ജാത്തെ സമയ. സ്വയം നമ്മൾ എന്താ വിതൃഷ്ണയിലും വെറുപ്പിലും അതുപോലെ ഗ്ലാനി എന്ന് പറഞ്ഞ ഒരു ചീത്ത മനസ്സിൽ ഇരിക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. സമയം മുന്നോട്ട് പോവാത്ത പോലെ, ജീവിതം മുന്നോട്ട് തള്ളി നീക്കാൻ പറ്റാത്ത പോലെയൊക്കെ നമുക്ക് തോന്നും. ദിലീപ് കെ മസ്തിഷ്ക് കി വ്യാകുലത കുച്ച് കബ് ഹുയി. കബ് അതായത് ദിലീപിന്റെ മനസ്സിന്റെ ആ ഒരു ശക്തി അല്ലെങ്കിൽ ബുദ്ധിയുടെ ആ ഒരു വളർച്ചയൊക്കെ നിന്ന് പോയ പോലെ തോന്നി എന്നാണ് പറയുന്നത്. ചിന്താശേഷി നിന്നു എന്നാണ് പറയുന്നത്. എപ്പോൾ? മിന്റോ പാർക്ക് കെ ഏകാന്ത് മേ ഏക് ബെഞ്ച് മേ ബൈഠേ സമയ സിർ മേ ഠണ്ട് ലഗ്നേ സേ. അല്ലേ? അതായത് ആ മിന്റോ പാർക്കിൽ പോയിരിക്കുന്ന സമയത്ത് തലയിൽ തണുപ്പടിച്ച സമയത്താണ് തോന്നുന്നത്, ഇങ്ങനെ ഒരു ഫീൽ തോന്നുന്നത്. ദിലീപിനെ സന്തോഷ് കാ ഏക് ദീർഘ നിശ്വാസ് ലിയ ക്യോ. ദിലീപ് അവിടെ വളരെ സന്തോഷത്തില് ഒരു ദീർഘനിശ്വാസം എങ്ങനെ എടുത്തിട്ട് വിടുന്നുണ്ട് അല്ലെ, ആ മിന്റോ പാർക്കിൽ ഇരുന്നിട്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അപ്നി ആകസ്മിക് മൃത്യു ദ്വാര പത്നി ഹേമ സേ ബദലാ ലേനെ കാ നിശ്ചയ കർനെ പർ ദിലീപിനെ സന്തോഷ് കാ ഏക് ദീർഘ നിശ്വാസ് ലിയ. തനിക്ക് അസുഖം വന്ന് മരിച്ചു പോകുന്ന ആ ഒരു സിറ്റുവേഷനിലെങ്കിലും ഹേമ തിരിച്ചു വന്ന് അല്ലെ എന്റെ ബോഡി കാണാൻ വരികയും ആ സമയത്ത് ഹേമയ്ക്ക് പശ്ചാത്താപം തോന്നുകയും ചെയ്യുമായിരിക്കും എന്നാണ് ഇവിടെ ദിലീപ് കരുതുന്നത്. നോക്കൂ, ദിലീപ് കാ മൻ കുച്ച് ഹൽക്കാ ഹോ ഗയാ കബ് സ്വയം സഹ അന്യായ കെ പ്രതികാർ കി ഏക് സംഭാവന ദേഖ് ദിലീപ് കാ മൻ കുച്ച് ഹൽക്കാ ഹോ ഗയാ എന്നാണ് പറയുന്നത്. അടുത്ത നോക്കിയേ, ബിജ്ലി കെ ലാംപ് കിസ് പ്രകാർ അപ്നാ പ്രകാശ് സടക് പർ ഡാൽ രഹാ ഥാ. ഈ ഒരു കഥയിൽ എന്തുണ്ട്? ഒരു ബിജ്ലി കെ ലാംപ്, വൈദ്യുത വിളക്കിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അപ്പോ ആ ഒരു വിളക്ക് റോഡിലേക്ക് പ്രകാശം പരത്തുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അത് എങ്ങനത്തെ പ്രകാശമാണെന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ബിജ്ലി കെ ലാംപ് നിഷ്കാം और നിർവികാർ ഭാവസേ. അതിന് ഒരു വികാരവും ഇല്ലാതെ എങ്ങനെയാണ് അപ്നാ പ്രകാശ്, തന്റെ പ്രകാശം സടക് പർ ഡാൽ രഹാദ, റോഡിലേക്ക് ഇങ്ങനെ വെറുതെ അത് ഒരു അനാവശ്യം പോലെ, അതായത് ഒരു ലാഭവും പ്രതീക്ഷിക്കാതെയാണ് അതിങ്ങനെ
പുറത്തേക്ക് വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്നത്. ഠണ്ഡി രാത് മേ കോൻ കോൻ ബാഹർ ഹേ, ഈ ഒരു തണുപ്പുള്ള രാത്രിയിൽ ആരൊക്കെയാണ് ഇവിടെ പുറത്തുണ്ടായിരുന്നത്? നോക്കിയേ, ദിലീപും ഘോംഷേവാല ബാലകനുമായിരുന്നു അല്ലെ. അതായത് ദിലീപും ആ ഒരു കച്ചവടം ചെയ്യുന്ന ആ ഒരു കുട്ടിയുമായിരുന്നു പുറത്തുണ്ടായിരുന്നത്. ബാലക കി പ്രഫുല്ലത ദിലീപ് കെ കിസ് പ്രശ്ന സേ ഉഡ് ഗയി ഹേ, കുച്ച് കം നഹീ ലേഗാ പ്രശ്ന സേ. അതായത് ബാലകന്റെ സന്തോഷം ഉണ്ടായിരുന്നു. ഈ കച്ചവടം ഏകദേശം ഒന്ന് തീരുമാനമായ സമയത്ത് അവിടെ ആ കുട്ടിക്ക് ഒരു സന്തോഷം വന്നിരുന്നു. ആ സന്തോഷം എപ്പോഴാണ് നിന്നു പോയതെന്നാണ് ചോദിക്കുന്നത്. എപ്പോഴാണ്? ആ ദിലീപ് ചോദിക്കുന്നുണ്ട്, കുച്ച് കം നഹീ ലേഗാ, നീ വിലയൊന്നും കുറച്ച് തന്നില്ലേ, ഇതെല്ലാം ഞാൻ വാങ്ങുമ്പോൾ എനിക്ക് കുറച്ച് ലാഭം വേണ്ടേ, അപ്പൊ നീ വില കുറച്ച് തന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അടുത്ത നോക്കൂ, ദിലീപ് ക്യോം ലഡ്കേ കെ ഘർ ചല, എന്തിനാണ് ദിലീപ് ആ ആൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയത്? ലഡ്കേ കാ ഘർ ദേഖ്നെ കാ കൗതൂഹൽ ജാഗ് ഉഠ്നെ സേ. അപ്പൊ അവന്റെ ആ ഒരു അവസ്ഥ കണ്ട സമയത്ത് അവന്റെ വീട്ടിലെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം എന്ന് തോന്നി ദിലീപിന്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പോയത്. നോക്കൂ, ഹേമാനെ പത്ര കി പെഹ്ലി ലൈൻ മേ ക്യാ ലിഖാ താ. ഹേമ ദിലീപിന് അയച്ച കത്തില് ഏറ്റവും ആദ്യത്തെ വരികൾ എന്തായിരുന്നു? മേ ഇസ് ജീവൻ മേ ദുഃഖ ഹി ദേഖ്നെ കോ പൈദാ ഹുയി ഹും, ഞാൻ ഈ ഒരു ജീവിതത്തില് ദുഃഖം മാത്രം അനുഭവിക്കാൻ വേണ്ടി ജനിച്ചവളാണ് എന്നാണ് ആ ഹേമ എഴുതിയിട്ടുള്ള കത്തിന്റെ തുടക്കം. രസീല ദുഃഖ് സേ ക്യാ താത്പര്യ ഹേ, ഇവിടെ പറയുന്നുണ്ട് രസീല ദുഃഖ് എന്നൊരു ടേം യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. നോക്കൂ, യശ്പാൽ ജി की दुख कहानी से ये समझते हैं कि जीवन का यथार्थ दुख गरीबी है. അപ്പൊ ഈ ഒരു കഥയിൽ നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖം എന്ന് പറയുന്നത് ഗരീബിയാണ്, ദാരിദ്ര്യമാണ്. इसको ना समझने वाले दिलीप की पत्नी हेमा ജैസെ ഖനി ലോഗോं का दुख अमीरी प्रदत्त नकली दुख है. അതായത് ഇവിടെ ഈ ഒരു ദുഃഖം മനസ്സിലാക്കാത്ത ഹേമ എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടി ജീവിക്കുന്നവളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലുതായിരുന്നു. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നാണ് ദിലീപ് പറയുന്നത്? ഗരീബി, ദാരിദ്ര്യമാണെന്നാണ് ഇവിടെ ദിലീപ് പറയുന്നത്. സബ് കുച്ച് ഹോനെ പർ भी इस प्रकार दुख करने वाले लोगों का दुख केवल तमाशा के लिए है, रस विनोद के लिए है, सस्ती बातों पर है. അതായത് എല്ലാം ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് പോലും എന്താണ്, ചെറിയ ചെറിയ കാര്യങ്ങളിലെ ദുഃഖം എന്ന് പറയുന്നത് തമാശയ്ക്ക് വേണ്ടി അവർ ദുഃഖം അഭിനയിക്കുന്നു, ഒരു രസത്തിന് വേണ്ടി, ഒരു വിനോദത്തിന് വേണ്ടി ഒക്കെയാണ് അവർ ഒരു ദുഃഖത്തെ കാണുന്നത്. അഭാവ് പ്രദത്ത് അസലി ദുഃഖ की तुलना में ये एक प्रकार का सुखदायक दुख है. അതായത് ഇത്തരത്തിലുള്ള വേണ്ടാത്ത ദുഃഖങ്ങൾ, ചെറിയ ചെറിയ ആവശ്യമില്ലാത്ത അനാവശ്യമായ ദുഃഖങ്ങൾ കൊണ്ടു നടക്കുന്ന ഹേമയെ പോലെയുള്ള ആളുകൾക്ക് അതൊക്കെ ആയിരിക്കും വലിയ വലിയ ദുഃഖങ്ങൾ. പക്ഷെ ശരിക്കുള്ള ദുഃഖം എന്താണ്? ഇവിടെ ഗരീബിയാണെന്നാണ് ദിലീപ് ഈ കഥയിലൂടെ മനസ്സിലാക്കുന്നത്. ഇസ് ദുഃഖ മേ അസലിയത്ത് നഹി ഹേ ഔർ യേ അനാവശ്യക് ദുഃഖ ഹേ. ഇതിൽ ഒരു സത്യാവസ്ഥയുമില്ല, ഇതൊരു സത്യമായ ദുഃഖമല്ല ഹേമയുടേത്. അപ്പൊ ഇതാണ് ഈ ഒരു കഥയിൽ, ദുഃഖ എന്ന കഥയിൽ യശ്പാൽജി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സന്ദേശം. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.